ആര് കൈകൾ അടിച്ചു നീ പറയുന്നേ? ആ പറ നീ എന്തിനാ കാണാൻ വരുന്നിപ്പോ? ഞാനാ അല്ല ഇവള് പൈസ കണ്ടല്ലോ പിന്നെന്തേ? നീ ആരാ? എന്താ പിന്നെന്തിനാ ഇവരുണ്ടോ? എന്തിനാ ഇവര് ഇറങ്ങ് എന്റെ ഇറങ്ങ് ഇതിനകത്തുണ്ടെങ്കിൽ നോക്ക് സേഫ് അല്ല സാറ്. കാണാനാണെങ്കിൽ എത്ര ആള് ബേക്ക് പുറത്തുണ്ട്? എല്ലാരും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര ആള് പുറത്തുണ്ട്? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ബൈസാൻഡല്ലോ. പിന്നെന്തേ പോലീസുകാര് ഇവിടെ തുറക്കണ്ട വെറുതെ കാണാൻ വരുന്ന ലൈവാണ്. ഓക്കെ ശരി ബോസ്. ഏതെങ്കിലും മുഖംമൂടി ഇട്ട ആൾക്കാർ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ബിലാൽ തലയിലിട്ടുണ്ട്. ഇവക്കെന്താ കാണേണ്ടത്? എന്താ ഇവിടത്തെ ആൾക്കാർ പുറത്ത് കാത്തിക്കുന്നത് കാണാൻ? എല്ലാരും കാണിക്കുന്നുണ്ടോ? നീ ആരടാ? ഞാൻ കാണിച്ചോട്ടെ. എല്ലാം റെക്കോർഡ്. ഓ ശരി. ആരെങ്കിലും മുഖംമൂടി വന്നിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിലാലല്ല. ഞാൻ തിരിച്ചു കാണിച്ചുതരാം. വേണോ? നിനക്ക് എന്താ ചോദിക്കേണ്ടത് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. വേണോ? നിനക്ക് എന്താ അറിയേണ്ടത് ചോദിക്കും, ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു എന്താ നിനക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവനെ കാണാൻ കയറിയതാ. അവിടെ ഞാൻ ബോർഡ് എടുക്കുന്നേ. പിന്നെ അത് ബോർഡ് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഓ നിങ്ങൾക്ക് കേറി വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്രമിച്ച് ഈ ജനൽ പൊട്ടിച്ച് വരാം. പിന്നെ സാറ് നിങ്ങൾക്ക് എന്ത് അധികാരില്ലേ? പോലീസുകാരെ ഇവരിറങ്ങട്ടെ. ഇവർ സേഫ് അല്ല. എന്തോ സംഭവിക്കാം. ബിലാലിന്റെ ജീവൻ സേഫ് അല്ല. ഓക്കെ ഞങ്ങളല്ല മനഃപൂർവ്വം ഞങ്ങളല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അടി ഇവര് ഹോസ്പിറ്റലാണ്. ഇല്ല അതിനകത്തുണ്ട്. ഇവര് ഹോസ്പിറ്റലിൽ കേറി. ഇവരാരാ? ഞങ്ങളുടെ പൈസ അവരാ രണ്ടുപേര് കേറിയിട്ടുള്ളൂ. ഇത്ര ആക്രമിച്ച് കേറാ. ഇവരെ മാറ്റില്ല. ഞങ്ങളല്ല സാറേ. ഞങ്ങളെന്താ ചെയ്തു? നീ ഇവിടെ സേഫ് അല്ല. ഒരാൾ ജീവൻ വെച്ച കളിക്കുന്നത്. ആരെയും കുത്തിയനെ കണ്ട ആളല്ല അടിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഇറങ്ങല്ല. അത് ഒരു വെറും കുത്തിട്ട്
ഇത് കഴിഞ്ഞ ഫ്യൂച്ചർ ഇത് എന്താ ചെയ്യാൻ വേറെ ചേട്ടൻ ക്ലാസ് ഇടാൻ ഞാൻ സീറ്റിക്ക് വേണ്ടി ഇവിടെ എന്തായാലും സിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സീറ്റില് റഫർ ചെയ്തോ വേറെ ആരും ഇവിടെ ഉള്ള ആ പയ്യൻ എന്താ ഉള്ളത് അതെന്തെങ്കിലും തെളിവാണ്ട് ഉറപ്പാണ് വന്നിട്ടാണ് എന്നെ തല്ലിട്ട് പോലീസുകാർ കയറി വന്നില്ലേ എന്തൊരു ജീവൻ ഡോക്ടർമാരെല്ലാരും കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്ത് വീഡിയോ അല്ലാണ്ട് പിന്നെ നമുക്ക് എന്താ ഉള്ള ലാസ്റ്റ് ഓപ്ഷൻ അതൊന്നുമില്ല ഇവിടെ എന്തായാലും നിങ്ങൾ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ റിപ്പോർട്ട് ഇട്ടാൽ വീണ്ടും 1.5 മണിക്കൂർ സമയം എടുക്കും ഈ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് അറിയണം. വണ്ടിയിൽ പോണ എന്നെ തടുത്ത് നിർത്തി സപ്പീത്തെ എല്ലാ ഗുണ്ട ആൾക്കാർ എന്നെ തല്ലി ചതച്ച് തലയ്ക്ക് അടിച്ചു. എനിക്ക് എന്താ കാര്യം പോലും അറിയില്ല.